നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. യുദ്ധം വേണ്ട, സമാധാനമാണ് ആവശ്യം. എല്ലാ യുദ്ധ വിഷയങ്ങളിലും ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് ഇത് തന്നെയാണ്. പാകിസ്ഥാനോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. എന്തിനേറെ പറയുന്നു, ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിലും ഇന്ത്യ ഈ നിലപാട് ആവർത്തിച്ചുറപ്പിച്ചതാണ്. സമാധാനമാണ് ആവശ്യം, യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഒരു നിലപാട് ഇന്ത്യ തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്നു. അതിപ്പോഴും തുടരുന്നുണ്ട് ഇന്ത്യ. ഇപ്പോൾ ഇതാ UN-ൽ ഇന്ത്യ ശബ്ദം മുഴക്കിയിരിക്കുകയാണ് ഗാസ വിഷയത്തിൽ. എന്താണ് ഇന്ത്യ UN-ൽ അറിയിച്ചിരിക്കുന്ന നിലപാട്? അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ UN-ൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യ നൽകുന്ന സഹായങ്ങൾ, ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ UN-ൽ ഇന്ത്യ ശബ്ദം മുഴക്കിയിരിക്കുകയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. ഗാസ മുനമ്പിൽ അടിയന്തരമായി സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടയക്കണമെന്നും ഇന്ത്യ നിലപാട് അറിയിച്ചു. UN-ലെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി റെപ്രസെന്റേറ്റീവ് രവീന്ദ്രയാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഇരുകൂട്ടർക്കുമിടയിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നതിനെയും ഇന്ത്യ പ്രശംസിക്കുകയുണ്ടായി. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതിനാണ് ഇന്ത്യ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് നിലപാട് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളുടെയും പരമാധികാരം സംരക്ഷിക്കപ്പെടണം. ദ്വിരാഷ്ട്ര പ്രശ്ന പരിഹാരത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു. പാലസ്തീന്റെ വികസനത്തിനായി ഇന്ത്യ സഹായങ്ങൾ കൈമാറുന്നുണ്ട്. $120 മില്യൺ സഹായം പലപ്പോഴായി നൽകിയെന്നും ഇന്ത്യ വ്യക്തമാക്കി. 2023 ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ ഇന്ത്യ തുടക്കം മുതൽ തന്നെ അപലപിച്ചതാണ്. സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകുന്നതിനെയും ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകണം, സംഘർഷമല്ല സമാധാനമാണ് ആവശ്യമെന്നുമുള്ള നിലപാട് ഇന്ത്യ എല്ലായ്പ്പോഴും സ്വീകരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്നും ഗാസ മുനമ്പിൽ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. മാനുഷിക സഹായവും ദുരിതാശ്വാസ സഹായവും അർഹരായവരിലേക്ക് എത്തപ്പെടണമെന്നും രവീന്ദ്ര വ്യക്തമാക്കി. അതിന് തടസ്സങ്ങളുണ്ടാകരുത്. ബന്ദികളാക്കപ്പെട്ട ഓരോരുത്തരെയും നിരുപാധികം വിട്ടയക്കണമെന്നും തങ്ങൾ ആവശ്യപ്പെടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദീർഘകാലമായി ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് ഇതാണെന്നും വിവിധ ഘട്ടങ്ങളിലായി $120 മില്യൺ സഹായം ഇന്ത്യ പാലസ്തീന് കൈമാറിയെന്നും 2018 മുതൽ UNRWAക്ക് ഇന്ത്യ $5 മില്യൺ വാർഷിക സംഭാവനയായി നൽകുന്നുണ്ടെന്നും ഈ വർഷത്തെ ആദ്യ ഗഡു സഹായം ഏതാനും ദിവസങ്ങൾക്ക് കൈമാറിയതായും രവീന്ദ്ര അറിയിച്ചു. അതേസമയം യുദ്ധവാർത്തകൾ നോക്കാം. ഇസ്രായേലും ഹമാസും ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് US രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം ഈ മുന്നറിയിപ്പിനെ ശക്തമാക്കി ലെബനൻ ആസ്ഥാനമായുള്ള ഒരു പുതിയ സംഘം ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. ഇപ്പോഴിതാ ഇസ്രായേലിനെതിരെ തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങളുമായി ഹിസ്ബുള്ള സജീവമായതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. Malayali Warta Plus, like, share and subscribe.